കണ്ണീരിന്റെ തോരാക്കയമാണ് പെണ്ണിന്റെ ജീവിതമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ജയപ്രഭ. 6 സ്ത്രീകളെ കൂടെ താമസിപ്പിക്കുന്ന ഒരാളിന്റെ ഭാര്യയാണിവൾ. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ചക്കുളത്ത് അമ്പലത്തിൽ പോയപ്പോൾ അടൂരിനപ്പുറത്ത് കുരമ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാൽ ടൂറിസ്റ്റ് ബസ് വന്ന് ഞങ്ങൾ പോയ ഓട്ടോയെ വന്നിടിച്ച് ഓട്ടോയെ വന്നിടിച്ച് ഞാൻ അങ്ങോട്ട് കയറുന്ന വശത്തായിരുന്നു ഇരുന്നത്. അപ്പോൾ ഞാൻ വന്ന് വീണ് അന്നേരം എൻ്റെ കാല് ഒടിഞ്ഞ് ഈ 2 കൈയും ഭാര്യയിലും ഈ കഴുത്തിൻ്റെ ഈ എല്ലെല്ലാം ഒടിഞ്ഞു. ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പം ഞാൻ കുണ്ട്രപ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ. പുള്ളി വരാതെ ഞാൻ അല്ലേ നിന്നെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ കല്യാണം കഴിച്ചില്ല. പിന്നെ ഇത്രയും നാളുമൊക്കെ ജീവിച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഈ കുഴപ്പങ്ങൾ. 1.5 വർഷം. എവിടെ വെച്ചാൽ ഭർത്താവിനെ ആദ്യം കാണുന്നത്? ഞങ്ങൾ പത്തനാപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച്. എൻ്റെ സഹോദരൻ അവിടെ ആശുപത്രി കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ഭർത്താവിനും ഏതോ ആക്സിഡൻ്റ് ആയതുകൊണ്ട് പറ്റി അവിടെ അങ്ങനെ ഞങ്ങൾ കണ്ടു പരിചയമായത്. അയാൾ വന്ന് വിളിച്ചിറക്കിയതാണോ ഇത്? എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയതാ. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ച് അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അവരൊന്നും പറഞ്ഞില്ലേ? അവര് പറഞ്ഞ് നീ പോവരുന്നെന്നെല്ലാം പറഞ്ഞ്. എന്നിട്ട് ഇവര് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, രാത്രിയായിട്ടും പോകത്തുള്ളൂ. മനുഷ്യരെ കാണുന്ന ഈ കാണികൾ എന്തോ പറയാം. ജയപ്രഭയെ കാണുന്നതിന് വേണ്ടി വീട്ടിൽ വന്നോണ്ടേ കല്യാണം ആലോചിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേൾക്കാതെ അവൻ 2-3 പ്രാവശ്യം വന്ന് അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴും ഞാൻ ധരിച്ച് അതിനൊരു ജീവിതം ഇവനിൽ നിന്നും കിട്ടുമല്ലോ. ഇവനെ പിന്നെ ഞാൻ പല പ്രാവശ്യം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ വിളിച്ച് അവൻ വന്നില്ല. ഒരിക്കൽ ഇയാൾ പൂണൂലിട്ട് അജയ് വി ശർമ്മയായി. താമരക്കുടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പൂജാരിയായി. അവിടുത്തെ കഴകക്കാരിയുടെ ചെറുമകൾ 17 വയസ്സുകാരി ശരണ്യയെ പാട്ടിലാക്കി ചെന്നൈയിലേക്ക് നാടുവിട്ടു. ഇയാളൊരു പീഡന കേസിൽ പ്രതിയായിട്ടുണ്ട്. ഏത്? അതാ ഈ ശരണ്യ എന്ന് പറയുന്ന ആ കൊച്ചു, ഈ മഞ്ജു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ 2 അങ്ങനെ 2 മാസം അവിടെ കൂടെ നിന്നുകൊണ്ട് അവളും പിന്നെ ശരണ്യ എന്ന് പറയുന്ന അത് ഇവിടെ നിന്ന് ഏതോ സ്ഥലത്തുള്ള ആ പെണ്ണിനെയും കൂടെ കൊണ്ടുപോയി ചെന്നൈയിലെങ്ങാണ്ട് പോയി. അവിടെ എങ്ങാണ്ട്. എത്ര വയസ്സുണ്ടായിരുന്നു? ആ കൊച്ചിന് 17 വയസ്സെങ്ങാണ്ട്. അന്ന് ഞാൻ ആക്സിഡൻറ്റിനെ പറ്റി വീട്ടിൽ കിടക്കുക. അങ്ങനെ ചെന്നൈ വെച്ചെങ്ങാണ്ട് പിടിച്ചു പത്രത്തിലും TV യിലും എല്ലാം വന്നെന്ന്. എന്നെ ഒന്നും ആരും അറിയിച്ചില്ല. ഞാൻ ഒരേ കിടക്കുമായിരുന്നു. അയാളെ ജയിലിലിട്ടോ? ജയിലിലിട്ട് 6 മാസം എങ്ങാണ്ട് ജയിലിൽ കിടന്ന്. അങ്ങനെ പിന്നെ ജാമ്യത്തിലൊക്കെ ഇറങ്ങി. എന്റെ പുറത്തിറങ്ങിയിട്ട് പിന്നെ മര്യാദയായിട്ട് കഴിഞ്ഞോ? മര്യാദയായിട്ടൊക്കെ നടക്കുമായിരുന്നു. റേഷൻ കാർഡിലൊക്കെ ആരുടെ പേരാ ഉള്ളത്? എൻ്റെ പേരാ. റേഷൻ കാർഡിലല്ല എൻ്റെ പേരാ. കല്യാണം കഴിച്ചിട്ടില്ലെന്നുള്ള ഒരു രേഖയേ ഉള്ളൂ, ഇല്ലാത്ത ബാക്കി എല്ലാ രേഖകളും ഉണ്ട്. ഒക്കെ പറയുന്നൊക്കെ കേട്ടു. ഇതിലുണ്ട് ആ കോടതി വെച്ച്. നിങ്ങളോട് അയാൾക്ക് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. അമ്മയെ കണ്ടു കഴിയുമ്പോൾ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ അമ്മയെ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ. ഇപ്പം പറയുക നീ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്നെ കയറ്റത്തില്ലെന്ന്. എൻ്റെ അമ്മയും മോനും കൂടെ കതവ് പൂട്ടി താക്കോലും കൊണ്ട് പോയേക്കോ. ഇനി നീ അച്ഛനോട് അവിടെ പോയി അറിയാമോ അവർക്ക്? ഇന്നലെ വന്നെന്നുള്ള അറിയാം. നിങ്ങൾക്കിപ്പോ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മേഡം ഒന്ന് ഓർത്ത് നോക്കി, എൻ്റെ ഈ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? ഞാൻ എന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി താമസിക്കാൻ പറ്റുമോ? എന്നെ ഭർത്താവിൻ്റെ കൂടെ എനിക്ക് താമസിച്ചാൽ മതി. എന്നെ ആദ്യമേ ആ വീട്ടിൽ കൊണ്ടുവന്ന് കഷ്ടം. എന്നെ കൊണ്ടുവന്ന് 2 മക്കൾ കൊണ്ട് എന്നിട്ട് ഞാൻ ജോലി ചെയ്ത് എന്റെ കൊച്ചുങ്ങൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ അവസ്ഥ ഞാൻ എന്തോത്തിനെങ്കിലും പോകാൻ പറ്റുമോ? എന്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കട്ടെ, അതുങ്ങളെ വളർത്തുന്നത്. ചെയ്യുന്ന വിശ്വസിക്കുന്നുണ്ടോ? അയാളെ പഠിപ്പിക്കുക, നിങ്ങളെ നോക്കുന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അത് മേഡം എങ്ങനെയാന്ന് വെച്ചാൽ അത് ചെയ്തു തരണം. അല്ല, ഇങ്ങനെ ഒരുപാട് പെണ്ണുകളെ പറ്റിക്കുന്നവർ ചുമ്മാ വിടാൻ പാടില്ല. എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും ഇത് കാണുന്നവരെങ്കിലും അയാൾ ആരാണത്, അയാളുടെ ഫോട്ടോ ഒക്കെ കാണിക്കും,